വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികൾക്ക് ഇപ്പോൾ രേണു സുധി എന്ന വ്യക്തിയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിലെല്ലാം രേണുവാണ് സംസാര വിഷയം. വിമർശനങ്ങളും വിവാദങ്ങളുമാണ് രേണുവിന് പിന്നാലെയുള്ളത്. സുധിയുടെ മരണം വരെ വാടക വീട്ടിലായിരുന്നു കുടുംബം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സുധിയുടെ കുടുംബത്തിന് സന്നദ്ധ സംഘടന കോട്ടയത്ത് വീട് നിർമ്മിച്ചു നൽകുന്നത്. 1050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ വീഡിയോ മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം, ഡൈനിങ്, 3 ബെഡ്റൂം, കിച്ചൺ, വാഷ് ഏരിയ, 2 ബാത്ത് അറ്റാച്ച് ബാത്റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിരിക്കുന്നു. എല്ലാ പണികളും പൂർത്തിയാക്കിയ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വീടാണ് സന്നദ്ധ സംഘടന കുടുംബത്തിന് നൽകിയത്. സുധിയുടെ മക്കളായ രാഹുലിന്റെയും മൃദുലിന്റെയും പേരിലാണ് വീട്. പഠനവുമായി ബന്ധപ്പെട്ട് സുധിയുടെ കുടുംബ വീടുള്ള കൊല്ലത്താണ് മൂത്ത മകൻ രാഹുൽ താമസിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് സുധിയുടെ മൂത്ത മകൻ കിച്ചു തന്റെ അനുജൻ മൃദുലിനെ കാണാൻ ഈ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതെല്ലാം വീഡിയോയായി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരുന്നു. പിന്നാലെ കടുത്ത വിമർശനമാണ് രേണുവിനെതിരെ ഉയർന്നു വരുന്നത്. വീട്ടിലെ മുറിയിലെ കട്ടിലിനടിയിൽ സുധിക്ക് ലഭിച്ച അംഗീകാരങ്ങൾ അലക്ഷ്യമായി കിടക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല, വീട് വൃത്തിയില്ലാതെയും അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്നതിന് എതിരെയും ആളുകളുടെ കമന്റുകൾ വന്നിരുന്നു. ആ വീട് സുധി മരിച്ചപ്പോൾ സുധിയുടെ വൈഫിനും കുട്ടികൾക്കും കൂടി താമസിക്കാനാണല്ലോ പണിത് കൊടുക്കുന്നത്, അല്ലാതെ രേണുവിന്റെ വീട്ടുകാർക്ക് താമസിക്കാനല്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ കുടുംബം മൊത്തം ആ വീട്ടിലും കിച്ചു ഒരു വിരുന്നുകാരനെ പോലെയും ആ വീട് വൃത്തിയായി പോലും സൂക്ഷിക്കുന്നില്ല. വീടിന്റെ അവസ്ഥ കണ്ട് സങ്കടം തോന്നുന്നു. എത്ര നല്ല വീടായിരുന്നു. സുധിയുടെ മക്കൾക്ക് വെച്ചുകൊടുത്ത വീട് രേണുവിന്റെ വീട്ടുകാർ കയ്യേറിയല്ലേ? വീട് മൊത്തം കുളമായല്ലോ എന്നാണ് പലരും ചോദിച്ചിരുന്നത്. എന്നാൽ വീടുമായി ബന്ധപ്പെട്ട രേണുവിന്റെ പ്രസ്താവനയും നിശിതമായ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. KHDC എന്ന കൂട്ടായ്മയും മറ്റു ചിലരും ചേർന്നുകൊണ്ടായിരുന്നു രേണുവിനും മക്കൾക്കും വീട് വെച്ച് നൽകിയത്. ഈ വീട് ഇപ്പോൾ വലിയ രീതിയിൽ ചോരുന്നുണ്ടെന്നാണ് രേണു പറഞ്ഞത്. മാത്രമല്ല, വാടക വീട്ടിലേക്ക് മാറുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്നും പുതിയ വീഡിയോയിൽ രേണു പറഞ്ഞിരുന്നു. പിന്നാലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് KHDC ഗ്രൂപ്പ് സ്ഥാപകനും രേണുവിന് വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ്. രേണു പറയുന്നത് പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ലെന്ന് 100 അല്ല 200% ഉറപ്പാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ആ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട്. അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റലടിച്ച് അകത്തേക്ക് കയറും. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനെയാണ് ഇവർ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഗുണനിലവാരമില്ലാത്തതാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചിരുന്നത്. എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. അത്തരത്തിലാണ് സുധിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത്. വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളതെന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ സ്ഥാപിച്ചു നൽകാൻ സാധിച്ചു. അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എന്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചിലവഴിച്ചിട്ടുണ്ട്. സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന വീടിന്റെ പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തുപോയ നിരവധി ചെറുപ്പക്കാരുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വിഷമമുണ്ടാകുന്ന വീഡിയോയാണ് ഇന്നലെ മുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ വിഷമമുണ്ടായി. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതായി പോകുന്ന അവസ്ഥയാണ്. ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷവും അവർക്കൊരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ്. ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും, അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത്. എന്നാലും നിങ്ങൾ ആരെയെങ്കിലും വെച്ച് ചെയ്യിച്ചോ എന്ന് ഞാൻ പറഞ്ഞു. വീട്ടിൽ കയറിക്കൂടുന്ന ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിരുന്നില്ല. അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു. വീട് നൽകിയതിനു ശേഷം അത് കഴിഞ്ഞു. വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ടുകൊണ്ട് നടപ്പിക്കരുത് എന്നുണ്ടായിരുന്നു. ലൂബേഴ്സിന്റെ ഉള്ളിൽ കൂടെ ചാറ്റലടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ 5000 രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് അതിനൊന്നും കഴിയില്ല. ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം. മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അതായത് ഒരു ബൾബ് പോയാലോ ഫീസ് പോയാലോ ഞങ്ങളെ വിളിക്കും. ഇതോടെയാണ് വീട് തന്നു, ഇനി അതിന്റെ മെയിൻ്റെനൻസിനും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? ഇങ്ങനെ ഒരു വീഡിയോ അവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമോ എന്നോ അറിയില്ലായിരുന്നു. ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല. ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല. ഒരുപാട് നന്ദി രേണുവിന്. ഈ ചോദ്യങ്ങൾ ചോദിച്ചതിനും അതിന് ഇങ്ങനെ കള്ളം നിറഞ്ഞ മറുപടി നൽകി ഞങ്ങളെ സമൂഹത്തിൽ മോശക്കാരാക്കിയതിനും എന്നുമായിരുന്നു ഫിറോസ് പറഞ്ഞിരുന്നത്. വലിയ വീട് തന്നെയാണ്, കയറി കിടക്കാലോ
വാടകയൊന്നും കൊടുക്കാതെ അവർ തന്ന വലിയ ഉപകാരം തന്നെയാണ്. പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല, ആളുകളൊക്കെ എന്തൊക്കെയോ പറയുന്നു, ഞങ്ങൾ കേട്ട് മടുത്തു. അതാണ് വാടക വീടിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്. പിന്നെ വാടക വീട് കൊടുക്കാനുള്ള കാശൊന്നും എന്റെ കയ്യിൽ ഇല്ലെന്നാണ് രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ കിടക്കുന്നിടത്ത് ചോർച്ചയില്ല, ഋതപ്പൻ കിടക്കുന്നിടത്താണ് ചോർച്ച. ഹാളിലും ലിവിംഗ് റൂമിലും നല്ല ചോർച്ചയുണ്ട്. ഞാൻ ഇതിന്റെ ബിൽഡേഴ്സിനെ വിളിച്ചിട്ടില്ല, കാരണം എന്റെ കയ്യിൽ അവരുടെ കോൺടാക്ട് നമ്പറൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ പപ്പയാണ് കോൺടാക്ട് ചെയ്യുന്നത്. അവർ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. നെഗറ്റീവ് പറയുകയല്ല, പക്ഷേ ചോരുന്നുണ്ട്. ചില്ലിട്ട ഭാഗമൊക്കെ ചോരുന്നുണ്ട്. ദാനം തന്ന വീടല്ലേ എന്നൊക്കെ കമന്റ്സ് വരുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല, അത് പരിഹരിക്കാം. കേൾക്കാവുന്നതിന്റെ പരമാവധി കേട്ടു. എന്തായാലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് വാടകയ്ക്ക് താമസിക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. എന്നാലും ആൾക്കാര് സത്യം അറിയാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട്. വീട് മാറുന്നത് ആലോചിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ, കാരണം കേട്ട് മടുത്തു. കാരണം കിച്ചു കൊല്ലത്ത് പഠിക്കുകയാണ്. ഋതപ്പനെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിൽക്കുന്നത് എന്നും രേണു പറഞ്ഞിരുന്നു. അതേസമയം നേരത്തെ സുധിയുടെ കുടുംബത്തിന് സ്ഥലം നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിൽ താൻ അപമാനിക്കപ്പെട്ടു എന്നും ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറഞ്ഞിരുന്നു. ഏറ്റവും മനോഹരമായതും വിലപിടിപ്പുള്ളതുമായ സ്ഥലമാണ്. ഇന്ന് ആ 7 സെന്റിന് 4 ലക്ഷം രൂപ വിലയുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് സ്ഥലം നൽകിയത്. മാധ്യമ പ്രവർത്തകനായ ആർ ശ്രീകണ്ഠൻ നായരും രാഹുൽ ഇരുമ്പുകുഴിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. അതിനെ ബഹുമാനിച്ചാണ് ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം നൽകിയത്. പക്ഷേ ഞാൻ അവരെ വെച്ച് എന്റെ മറ്റ് വസ്തുക്കൾ വിറ്റ് കാശുണ്ടാക്കി കച്ചവടം നടത്തിയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് കണ്ടു. വളരെ അർത്ഥശൂന്യമായ ഒന്നാണത്. കൊല്ലം സുധിയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ വരാറില്ല. അവർക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല, ഡിസ്അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സ്ഥലങ്ങൾ എല്ലാം ഞാൻ കൊടുത്തു എന്ന് ഓർത്ത് എന്റെ കുടുംബവും ബന്ധുക്കളും എന്നോട് എതിർപ്പ് കാണിക്കുകയാണ്. എന്തിനു കൊടുത്തു എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് 2 അനാഥ ബാല്യങ്ങളെ ഓർത്താണ് ഞാൻ കൊടുത്തത്. പക്ഷേ എനിക്കിപ്പോൾ തീരാ ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനയുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. മുൻപും നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം ഞാൻ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ അവഹേളിക്കുകയാണെന്നാണ് ഞാൻ താൻ അനുഭവിക്കുന്ന അവഹേളനത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ബിഷപ്പ് നോബൽ പറഞ്ഞത്. ബിഷപ്പിന് നേരെ മാത്രമല്ല, ഇവർക്ക് വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയ്ക്കെതിരെയും വിമർശനങ്ങൾ നടന്നിരുന്നു. ചെറിയൊരു വീട് വെക്കണമെന്നതായിരുന്നു സുധിച്ചേട്ടന്റെയും എന്റെയും ആഗ്രഹം. വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വീട്ടിലെ സാധനങ്ങൾ പലരും സ്പോൺസർ ചെയ്തതാണ്. അതാരാണെന്ന് പോലും എനിക്കറിയില്ല. സുധിച്ചേട്ടന്റെ ആത്മാവ് വളരെ അധികം സന്തോഷിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കയറി താമസത്തിന് സുധിച്ചേട്ടന്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു. അവർ കൊല്ലത്തായതുകൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നത് എന്ന് രേണുവും മുൻപ് പറഞ്ഞിരുന്നു.